എലിയാവിൻ്റെ കൂടെ നടന്ന് ഇരട്ടിപ്പങ്ക് സ്തോത്രം അഭിഷേകം പ്രാപിച്ചവനായിരുന്നു എലീശായ്ക്ക് ഒരു പുതപ്പ് ഏലിയാവിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾക്കറിയാം. സ്തോത്രം. ഏലിയാവിൽ നിന്ന് എലൈജയിൽ നിന്ന് ഏലിയാവിൽ നിന്ന് എലീശായിലേക്ക് പുതപ്പ് ലഭിക്കുകയുണ്ടായി. ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ശുശ്രൂഷകന്മാർ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്കിളിൻ്റെ പുതപ്പ് എനിക്ക് കിട്ടാനായി പ്രാർത്ഥിക്കണം. പക്ഷെ പുതപ്പ് വേണമെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പുതപ്പ് കിട്ടിയത് കല്യാണിൽ നിന്നല്ല, എൻ്റെ പുതപ്പ് കിട്ടിയ പോത്തീസിൽ നിന്നല്ല, എനിക്ക് പുതപ്പ് കിട്ടിയത് പഴയ പാർത്താസിൽ നിന്നല്ല. എനിക്ക് പുതപ്പ് കിട്ടുന്നത് യോർദാനിൽ നിന്നാണ്. പുതപ്പ് കിട്ടുന്നത് ജീവിതത്തിൻ്റെ യോർദാനിൽ നിന്നാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രഹസനമല്ല. ശുശ്രൂഷ എന്ന് പറയുന്നത് വില കൊടുത്ത് ദൈവകൃപയിൽ നിൽക്കുന്നതാണ്. എലീശായ്ക്ക് പുതപ്പ് കിട്ടിയത് യോർദാൻ കടന്നത് കൊണ്ടാണ്. എലീശാ പറയും, രണ്ടിലൊന്ന് നടക്കും, ഒന്നുകിൽ ഈ ഒഴുക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ആ പുതപ്പ് കിട്ടും. വില കൊടുത്തിറങ്ങിയാട്ടെ. ഇത് അല്പം റിസ്ക് ഉണ്ട്. ഇത് കംഫർട്ടിലിരിക്കുന്നവർക്കുള്ള ദൂതല്ല. ഇത് സുഖപ്രദമായ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നവർക്കുള്ളതല്ല. ഇത് പ്രശ്നമില്ല, പ്രയാസമില്ല, വെല്ലുവിളിയില്ല. നരകത്തിന് എന്നെ കൊണ്ട് ദോഷവുമില്ല, സ്വർഗത്തിന് എന്നെ കൊണ്ട് ലാഭവുമില്ല എന്ന് പറയുന്നവർക്കല്ല. പകരം നരകത്തെ വിറപ്പിക്കുന്നവർ, സ്വർഗത്തെ തുറക്കുന്നവർ. നരകത്തെ വിറപ്പിക്കുന്നവർ സ്വർഗത്തെ തുറക്കുന്നവർ പറയും, ഏത് യോർദാനിൽ ഞാൻ ഇറങ്ങും. എൻ്റെ യോർദാൻ മുറിക്കുന്ന ഒന്ന് തമ്പുരാൻ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എൻ്റെ പുതപ്പ്. നിന്റെ പാസ്റ്റർ പുതപ്പല്ല, നിന്റെ പ്രവാചകന്റെ പുതപ്പല്ല, നിന്റെ അഭിഷേകം നുഖങ്ങളെ തകർക്കും. നിന്റെ അഭിഷേകം നിന്റെ നുഖത്തെ തകർക്കും. ഒരിക്കൽ കൂടെ, നിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിന്റെ നുഖത്തെ തകർക്കും. നിന്റെ അഭിഷേകം നിന്റെ തലമുറയുടെ നുഖത്തെ തകർക്കും.